നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഈ വർഷത്തെ വിഷുവെമ്പർ ലോട്ടറി ലഭിക്കുവാൻ ഈ രാശിയിൽ ജനിച്ചവർക്ക് ഒരല്പം സാധ്യത കൂടുതലാക്കുന്നു. പലവിധ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഒരല്പം കൂടുതലായുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഇവരുടെ ജന്മരാശിയിൽ ഗജകേസരി യോഗഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്നതിനാൽ ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് ഒരല്പം അനുകൂലമാകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ കൂടുതലായും തേടിയെത്തുക എന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റ് നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഇത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിക്കില്ല എന്നല്ല, പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാകുന്നു. അതിനാൽ ജാതകപ്രകാരം നിങ്ങൾക്ക് സമയം അനുകൂലമല്ല എങ്കിൽ ഈ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവഭേദ്യമാകണം എന്നില്ല. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. ജീവിതത്തിൽ പല ക്ലേശങ്ങളും അനുഭവിച്ചു പോരുന്നതായ സമയം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള വിഷമതകളും ജീവിതത്തിലുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ എടുക്കുന്നതായ തീരുമാനങ്ങളാൽ കൂടുതൽ അനുകൂലമല്ലാത്തതായ സാഹചര്യങ്ങളോ ജീവിതത്തിലുണ്ട്. പലവിധ വിഷമതകളിലൂടെയും സാമ്പത്തികപരമായ പ്രയാസങ്ങളിലൂടെയും കടന്ന് പോകുന്നതായ സാഹചര്യവും നിങ്ങൾക്കുണ്ട്. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല ജീവിതത്തിൽ ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സമയം അല്പം അനുകൂലമായിരിക്കുന്നതായ സാഹചര്യമാണ്. അതിനാൽ തന്നെ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് പല കാര്യങ്ങളിലും പ്രകടമാകാം. പല വിധത്തിലും സമ്മാനങ്ങൾ, പ്രത്യേകിച്ചും നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് ധനപരമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. നറുക്കെടുപ്പിലൂടെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പിലൂടെയും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നതായ ധനം അല്ലെങ്കിൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുകയും പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഒരല്പം കൂടുതലായുള്ള സമയമാണ്. പല വിധത്തിലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക പ്രയാസങ്ങളിൽ ചില വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ സമയം പല കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാനും കാര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ഇവർക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭാഗ്യം തുണയ്ക്കുകയും അനുകൂലമായ ഫലങ്ങൾ കൂടുതലായും ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല കാര്യങ്ങളും പ്രതീക്ഷകളോടെ ചെയ്യുന്ന വ്യക്തികളാണ്. എന്നാൽ പ്രതീക്ഷിക്കുന്ന ആ രീതിയിലേക്ക് ഉയർച്ച വന്ന് ചേരാത്തതായ സാഹചര്യമുണ്ട്. ധനപരമായ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ധനം കൈകളിലേക്ക് പ്രതീക്ഷിച്ച അത്രയും വന്ന് ചേരാത്തതായ സാഹചര്യമുണ്ട്. അതിനാൽ പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവയ്ക്കുന്നതായ സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ പല കാര്യങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പല വ്യക്തികളിൽ നിന്നും വിചാരിക്കുന്ന പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ പല വിഷമതകളിലൂടെയും അല്ലെങ്കിൽ പുറത്തറിയിക്കുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായ സാഹചര്യം ഇവർക്കുണ്ട്. അതിൽ നിന്നും ചില മാറ്റങ്ങൾ കടന്ന് വരാവുന്നതായ സമയമാണ്. ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ഈ സമയം കൂടുതലായും നിങ്ങൾക്ക് അനുഭവവേദ്യമാകാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ചയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം. ഈ സമയം ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ധനം അത് സഹായമായാണ് എങ്കിലും ലഭിക്കാം. ബിസിനസ് പരമോ തൊഴിൽപരമോ ആയും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ സമയം പ്രധാനമായും നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും
ലോട്ടറി പോലുള്ള കാര്യങ്ങൾ, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ലോട്ടറിയിൽ നിന്നും ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായ ധനയോഗമാണ് വന്നു ചേരുക. ഈ സമയം പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ഈ സമയം പൊതുവിൽ അപ്രതീക്ഷിതമായ ധനയോഗത്തിന് ഭാഗ്യമുള്ള സമയമാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. പലർക്കും ഇവർ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഇവരുടെ ജീവിതം വളരെയധികം നിരാശാപൂർണമായ കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. മനസ്സിൽ ചില വിഷമതകളുണ്ട്. സാമ്പത്തികമായ ആവശ്യങ്ങളോ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില വിഷമതകളോ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. മനസ്സിൽ പല വിഷമങ്ങളും സൂക്ഷിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ സമയം പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമായി മാറാം. ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം ഇവർക്കുണ്ട്. പ്രധാനമായും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമാകാം. പല കാര്യങ്ങളാൽ ധനപരമായ നേട്ടങ്ങൾ ഇവരെ തേടിയെത്താം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. തടസ്സങ്ങളാൽ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതായ ആ ധനം കൈകളിലേക്ക് വന്നു ചേരാം. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി വിനിയോഗിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ചില വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അകറ്റുന്നതിനോടൊപ്പം ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല വിധത്തിലും ഭാഗ്യം തുണയ്ക്കും. അതിൽ പ്രധാനമായും ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാക്കുന്നു. വിഷു ബമ്പർ ലോട്ടറി പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യം തുണയ്ക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുക, സഹായം ലഭിക്കുക, കൂടാതെ മറ്റ് നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നതായ സമയം. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനം ആവശ്യമുള്ള ഒരു സമയമാണ്. പല ആവശ്യങ്ങളും നിറവേറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലൂടെയും ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും പലപ്പോഴും പ്രതീക്ഷിക്കുന്ന ആ കാര്യങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. പല വഴികളിലൂടെയും പണത്തിനായി ശ്രമിക്കുന്നതായ സമയമോ അല്ലെങ്കിൽ മനസ്സിൽ വന്ന് ചേർന്നിരിക്കുന്നതായ വിഷമങ്ങളാൽ വളരെയധികം തകർന്നിരിക്കുന്നതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. പലരും നിങ്ങളെ പിന്തുണയ്ക്കാത്തതായ സാഹചര്യമോ ധനപരമായ കാര്യങ്ങളാൽ പിന്തുണയ്ക്കാത്തതായ സാഹചര്യമോ ഉണ്ട്. പ്രതീക്ഷിക്കുന്ന പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാത്തതായ സാഹചര്യമോ ഉണ്ട്. എന്നാൽ അതിൽ ഒരല്പം മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. ധനം പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്നു ചേരാം. അപ്രതീക്ഷിതമായ ചില വ്യക്തികളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ ചില തടസ്സങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി ധനപരമായ ഉയർച്ച വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ മറ്റ് നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സമ്മാനം ലഭിക്കുക, ലഭിക്കേണ്ടതായ ധനം തടസ്സങ്ങൾ കൂടാതെ കൈകളിലേക്ക് വന്നു ചേരുക, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഒഴിഞ്ഞ്
കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനം നേടുന്നതിനുള്ള അവസരങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്നതെല്ലാം തന്നെ പൊതുഫലപ്രകാരം മാത്രമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരും.